നമസ്കാരം, എല്ലാ കുട്ടികൾക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 പബ്ലിക് എക്സാം എന്ന് പറഞ്ഞാൽ +1, +2 അതുപോലെ +1 ഇംപ്രൂവ്മെന്റ്, ഈ 3 എക്സാമിനുള്ള വാല്യുവേഷൻ ഉടൻ തന്നെ തുടങ്ങുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ആദ്യം നടക്കുന്നത് മൂല്യനിർണ്ണയം നടത്താനുള്ള ആൻസർ കീ. നമുക്ക് വാല്യുവേഷൻ ക്യാമ്പിൽ എത്തിക്കേണ്ട ആൻസർ കീ ഉണ്ട്. ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടും എല്ലാത്തിനും ആൻസർ കീ ഇപ്പോൾ കൊടുക്കും. അത് നമുക്കും നിങ്ങൾക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്നതായിരിക്കും. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ സ്കീമും കാര്യങ്ങളും ഒക്കെ നിർണയിച്ച് എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനും മാർക്ക് കൊടുക്കേണ്ടതെന്നുള്ളത്. അതിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെയാണ്. നമുക്ക് നേരത്തെ അതൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. നമുക്ക് പല ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമ്മൾ ചെയ്ത് ശരിയാണോ, നമ്മൾ ചെയ്ത രീതിയിൽ കൂടെയാണോ അവർ മാർക്ക് ഇടുന്നത്, ഇങ്ങനെയുള്ള പല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒഴിഞ്ഞു. നിങ്ങൾക്കും എനിക്കും ആർക്കും പബ്ലിക് ഡൊമൈനിൽ കാണാൻ പറ്റുന്ന രീതിയിൽ കൂടെ അതിന്റെ ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫൈനലായിട്ട് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അതിന്റെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഏപ്രിൽ 16 വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോ ആൾക്കാരുടെയും വിധി എഴുതുന്ന കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങളുടെ മാർക്ക് ഇടുന്ന രീതി എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ആൻസർ കീയിൽ എങ്ങനെയാണ് ഒരു ക്വസ്റ്റിന് മാർക്ക് കൊടുക്കേണ്ടത് ആ രീതിയിൽ കൂടെ തന്നെ നിങ്ങൾ ആൻസർ ചെയ്തിരിക്കണം. ഒരു ഏകദേശം 80% ആൾക്കാർ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ഈ ആൻസർ കീയിലെ കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഒരു 10-15% ആൾക്കാർ ചിലപ്പോൾ പറയും ഇതൊന്നും ഇങ്ങനെയാണോ ആൻസർ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എന്തായാലും ഒരു കോമൺ മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ 3 മാർക്ക് അപ്പാടെ നിങ്ങൾക്ക് തരികയല്ല. അതിന് ഓരോ സ്റ്റെപ്പിനും അരമാർക്ക്. ചിലപ്പോൾ നമുക്ക് ഒറ്റ ക്വസ്റ്റൻ 4 മാർക്കാണ്, പാർട്ടൊന്നും കാണത്തില്ല, 4 മാർക്ക്. അപ്പൊ നമ്മൾ എനിക്ക് 4 മാർക്ക് എങ്ങനെയാണ് ഇടുന്നത്, അവസാനം കൊണ്ട് 4 മാർക്ക്? അതല്ല, നമുക്ക് ഓരോ സ്റ്റെപ്പ് ഉണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾ ഒരു സ്റ്റെപ്പ് എഴുതി ചെറിയൊരു കംപ്ലീഷൻ പാർട്ടുകൾക്ക് അരമാർക്ക്, 1 മാർക്ക്, 1 മാർക്ക്, അരമാർക്ക്, ഇങ്ങനെ കൂട്ടി അവസാനമാണ് 4 മാർക്ക് കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ആ രീതിയിൽ കൂടെയാണ് ഇതിന്റെ മാർക്ക് ഇടുന്ന സ്കീമെല്ലാം. അതെല്ലാം ഫൈനലൈസ് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാ സബ്ജക്റ്റിനും ഇതേപോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം. അപ്പൊ എല്ലാ സബ്ജക്റ്റിന്റെയും ആൻസർ കീ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ അതെല്ലാം എത്തിച്ചിരിക്കും. നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഏറ്റവും എളുപ്പത്തിൽ ആദ്യം നല്ല കൃത്യമായിട്ട് എത്തിച്ചിരിക്കും. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണാം. നമുക്ക് +2 ഒക്കെ ഉള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് മാത്സിനെ, നമുക്ക് മറ്റുള്ള സബ്ജക്റ്റും ഉണ്ട്, നമ്മുടെ മാത്സ് ആയതുകൊണ്ട് എന്റെ കാര്യം ഞാൻ പറയാം. അടിപൊളിയായിട്ട് നമുക്ക് മാത്സിനെ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഏറ്റവും നല്ല കൃത്യതയോടെ പുതിയ ക്വസ്റ്റൻസുകളൊക്കെ, ഗ്രാഫിക്കലായിട്ടുള്ള ക്വസ്റ്റൻസുകളൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ കിട്ടും. ജോയിൻ ചെയ്യാൻ നമ്മുടെ തന്നുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. മാത്സിനെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല ആ സബ്ജക്റ്റ് ഉള്ളവർക്ക്. കാരണം ഇപ്പൊ ഏത് എൻട്രൻസിനാണെങ്കിലും ഏറ്റവും മുന്നിൽ അവനാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്തു. പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള വീഡിയോസുകളൊക്കെ വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ വാല്യുവേഷൻ കാര്യങ്ങളിലോട്ട് വരാം. അപ്പൊ നിങ്ങളുടെ മാർക്കുകൾ നഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൃത്യമായിട്ട് അവർ തരും എന്നുള്ളതാണ് എന്റെ ഏറ്റവും ഒരു 99% ആക്യുറേറ്റ് ആയിട്ടാണ് അവർ പേപ്പർ നോക്കുന്നത്. പിന്നെ എന്നാൽ എവിടെയെങ്കിലുമൊക്കെ മനുഷ്യരല്ലേ, എവിടെയെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റാം. അതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നവർക്ക് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ റിവാലുവേഷനോ ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇതിന്റെ ഏറ്റവും കൂടുതൽ ചാൻസ് നമുക്കിപ്പോ +1 റെഗുലർ, +2 റെഗുലർ, +1 ഇംപ്രൂവ്മെന്റ്, ഈ 3-ൽ ആരുടെയാണ് ആദ്യം പേപ്പർ വാല്യൂ ചെയ്ത് പുറത്തു വരുന്ന റിസൾട്ട് ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും +1 ഇംപ്രൂവ്മെന്റിന്റേതാണ്. അതിന് കാരണം വേറൊന്നുമല്ല, ഈ +1 ഇംപ്രൂവ്മെന്റിന്റെ റിസൾട്ട് പ്രതീക്ഷിച്ച് ഒത്തിരി കുട്ടികൾ സപ്ലിമെന്ററി ആയിട്ട് എഴുതിയവരുണ്ട്. മീൻസ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഫെയിൽ ആയവരൊക്കെ ഒത്തിരി കുട്ടികളുണ്ട്. ഇപ്പൊ +1 റെഗുലർ ആയിട്ട് ഇപ്പൊ എഴുതുന്നവരുടെ റിസൾട്ട് ഒന്നും ഇപ്പോഴേ പ്രതീക്ഷിക്കേണ്ട കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ +1 കഴിഞ്ഞവരുടെ റിസൾട്ട് ഉടനെ ചിലപ്പോൾ പ്രതീക്ഷിക്കേണ്ട. ഇച്ചിരി ഏറ്റവും അവസാനമായിരിക്കും. എന്ന് പറഞ്ഞാൽ ലേറ്റ് ആവുന്നല്ല, ഈ 3 റിസൾട്ടിൽ അവസാനം നിങ്ങളുടെ വരത്തുള്ളൂ, മറ്റവരുടെ ആയിരിക്കും പ്രിഫറൻസ്. ആദ്യം വരുന്നത് +1 ഇംപ്രൂവ്മെന്റ് ആണ്. കാരണം ആ റിസൾട്ടിനെ വെച്ചുകൊണ്ട് പലവർക്കും പല കോഴ്സിന് ജോയിൻ ചെയ്യുന്നവരുണ്ട്, ചെയ്തവരുണ്ട്. പല കോഴ്സിന് നേരത്തെ പോയി ഇത് ജയിക്കും അതോടെ, കാരണം അവിടുത്തെ കോഴ്സിനൊക്കെ ഇന്ന ടൈം കാണും. പലരെയും എടുത്തോ ഞാൻ എങ്ങനെയൊക്കെ ജയിച്ചിട്ടങ്ങ് എത്തിയേക്കാം കേട്ടോ എന്നും കാരണം കാശും കൊടുത്തൊക്കെ വന്നിട്ടുള്ളവരുണ്ട്. അപ്പൊ ഇതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് വേണം അവിടെ പോയി ഉടനെ ജോയിൻ ചെയ്യും, ഇല്ലെങ്കിൽ ആ സീറ്റ് ചിലപ്പോൾ നഷ്ടമാവും. അപ്പൊ അതുകൊണ്ട് അവരുടെ ആയിരിക്കും ആദ്യത്തെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് +2 റെഗുലർ, ഇതെല്ലാം കഴിഞ്ഞിട്ട്
+1 റെഗുലറുകാരുടെ +1 റെഗുലർ ലാസ്റ്റിൽ മതി. നിങ്ങൾക്ക് ഇപ്പം വലിയ ധൃതിയൊന്നുമില്ല, കാരണം റിസൾട്ട് അറിഞ്ഞാലും ഉടനെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇമ്പ്രൂവ്മെന്റ് ഇനി 2027 ഉള്ളൂ. അപ്പൊ അതിനെ കുറിച്ചൊന്നും ചിന്ത. അപ്പൊ ഇങ്ങനെയാണ് ഓർഡർ. അപ്പൊ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. മാർക്ക് കിട്ടുന്നത് ഒരു കുഴപ്പമില്ലാതെ കൃത്യമായിട്ട് ആൻസർ കീയിൽ പറഞ്ഞേക്കുന്ന ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കും. നിങ്ങളുടെ ഒരു കാര്യത്തിന് ഒരു കുഴപ്പം ഉണ്ടാവാതെ മാക്സിമം മാർക്ക് വരും. പിന്നെ ഈ ആൻസർ കീ ഇപ്പൊ വരുന്നത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, മാത്സിലൊക്കെ 1-2 ക്വസ്റ്റ്യൻസുകൾ ടഫായിട്ടുള്ള രീതിയിൽ കൂടെ അഭിപ്രായം വന്നിട്ടുണ്ട്. അതിനൊക്കെ ചിലപ്പോൾ ഒരു കൺസിഡറേഷൻ ഉണ്ടായേക്കാം, ഒരു കൺസെഷൻ മാർക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം. അതൊക്കെ ഇപ്പോൾ ഉടൻ തന്നെ തീരുമാനമാവും. അതൊക്കെ അറിയുന്നതിനനുസരിച്ച് നിങ്ങളോട് ഞാനത് എത്തിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം കൃത്യമായിട്ട് മനസ്സിലായി. എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാനലിൽ കൂടെ നിങ്ങളെ എത്തിക്കാൻ ശ്രമിക്കും കേട്ടോ, ഏറ്റവും ആദ്യം തന്നെ മാക്സിമം. പിന്നെ ക്ലാസ്സുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഏറ്റവും നല്ല രീതിയിൽ കൂടെ മാത്സിനെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച് പോകാനുള്ള രീതിയിൽ കൂടെയുള്ള മെത്തേഡ്സ്, ന്യൂ മെത്തേഡ്സ്, അതിനുള്ള ട്രിക്കും കാണും, ട്രഡീഷണൽ മെത്തേഡും കാണും. രണ്ടും കൂടി ഉൾപ്പെടുത്തിയുള്ള ക്ലാസ്സുകളൊക്കെ ആയിരിക്കും നമ്മൾ തരുന്നത്. അപ്പൊ എല്ലാവരും പഠിക്കുക, നന്നായിട്ട് റിസൾട്ട് എല്ലാവരും ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടനെ എല്ലാവരും അടുത്ത കാര്യങ്ങളിലോട്ടൊക്കെ, ഇനിയിപ്പോൾ +2 ക്ലാസ് ഒക്കെ ഇച്ചിരി ലേറ്റ് ആവും, മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അവരുടെ പടിപടിയായിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം എത്തും. അതിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിച്ചേക്കണം. കാരണം പഠിക്കാനുള്ള ഒരു അവസരം ഇപ്പോഴേ ഉള്ളൂ. പലർക്കും പക്ഷെ അത് തോന്നിട്ടില്ലെങ്കിലും ഇതേ ഉള്ള അവസരം കേട്ടോ. ഈ അവസരം നഷ്ടപ്പെടുന്നവർക്ക് ഇനിയൊരു അവസരം കിട്ടാൻ വേണ്ടി ചിലപ്പോൾ കാത്തിരുന്നാൽ ജീവിതത്തിൽ കിട്ടിയെന്നേ വരില്ല. അതുകൊണ്ട് കിട്ടുന്നതിനെ മാക്സിമം യൂസ് ചെയ്യുക, അതൊരു ഭാഗ്യമായിട്ട് കരുതുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഇതേപോലെയുള്ള പുതിയ കാര്യങ്ങളും പുതിയ വീഡിയോസായിട്ടും നമ്മൾ എത്തും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.